നീറ്റ് പ്രതിഷേധത്തിൽ ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന മുദ്രാവാക്യത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ഗോവ പോലീസ്. പോലീസ് നടപടിയെ പിന്തുണച്ച് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഗോവയിൽ പ്രതിഷേധത്തിനിടെ പ്രത്യക്ഷപ്പെട്ട ബാനറുകൾ രാഷ്ട്രവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ആദർശാണ് ചേരുന്നത്. ആദർശ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള രാജ്യവിരുദ്ധ കേസുകളിൽ വളരെ കൃത്യമായ നടപടികളാണ് സർക്കാരുകൾ എടുത്തു പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഗോവയിൽ നിന്നാണ് ഇത്തരത്തിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ ആരെല്ലാമാണ്, എന്തെല്ലാം നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്? നീലിമ, ഗോവയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നീറ്റ് വിഷയത്തിലെ സമരത്തിന് പിന്തുണയുമായി നടന്ന പ്രതിഷേധത്തിലാണ് ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം മുഴങ്ങുകയും പ്ലക്കാർഡുകൾ പിടിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് ഗോവ പോലീസ് കേസെടുത്തത്. 2 പേർ കസ്റ്റഡിയിലായി എന്നുള്ള വിവരമാണ് ഗോവ പോലീസ് നൽകുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരവും ഗോവ പോലീസ് നൽകുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആകട്ടെ പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എന്തിനാണ് ഇവർ വിളിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, സമാധാനപരമായ ജീവിതമാണ് ഗോവയിലേതെന്നും ഇവിടെ പുറത്തു നിന്നുള്ളവർ എത്തി ആ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു വിധത്തിലും അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഈ നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തിനിടയിൽ ഉമർ ഖാലിദിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർന്നത് വലിയ വിവാദമായിരുന്നു. ഗോവയിലെ തന്നെ ചില യുവജന സംഘടനകൾ അടക്കം ഇതിനെതിരെ പ്രതിഷേധവുമായി വരികയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ യഥാർത്ഥ ആവശ്യം എന്ത് എന്നുള്ള ചോദ്യം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് പോലീസ് ചിലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇടുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. പിന്നാലെയാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം പോലീസ് നൽകിയത്. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും രാജ്യവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി തന്നെയായിരിക്കും ഗോവയിൽ സ്വീകരിക്കുക എന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. നീലിമ.